ഇന്ന് ഒരുപാട് തിരക്കുകൾ വെച്ചു. അതിന്റെ ഇടയിൽ വന്ധീകരണത്തിന്റെ ഇടയിൽ നമ്മൾ അരി തീർന്നിട്ടുണ്ട്. അപ്പോൾ കരിഞ്ചന്തയ്ക്ക് നമ്മൾ ലൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് പോകാതെ ഒരു 20 കിലോ എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ തിരക്ക്. അപ്പോൾ പല കോളുകളും വരുന്നുണ്ട്. എല്ലാ കോളുകളും ഇതിന്റെ ഇടയിൽ നമുക്ക് എടുക്കാൻ പറ്റിയെന്ന് വരും. പിന്നെ മെസ്സേജുകൾ വരുന്നുണ്ട്. എല്ലാവർക്കും അതുപോലെ മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പോൾ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ട്, അതിന്റെ മേലെ ഒരു 10-100 മെസ്സേജുകൾ വേറെ വന്നിട്ടുണ്ടോ. അപ്പോൾ ആദ്യം അയച്ച മെസ്സേജുകൾ നമുക്ക് കാണാൻ പറ്റില്ല. കാരണം നിങ്ങൾ എൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കുക. തിരക്കുകളാണ്. അതിൻ്റെ ഇടയിൽ നമുക്ക് കാണുന്ന മെസ്സേജുകൾ ആദ്യം നോക്കും. കാണുന്ന കോളുകൾ അപ്പോൾ കാണുന്ന കോളുകൾ എടുക്കാൻ പറ്റും. അല്ല മനഃപൂർവ്വം നിങ്ങൾ കോളുകൾ എടുക്കാത്തതോ മനഃപൂർവ്വം നിങ്ങൾക്ക് മെസ്സേജ് തരാത്തതല്ല. ഇതിൻ്റെയൊക്കെ ഒറ്റ നമ്പറുള്ളൂ. ഈ നമ്പർ വെച്ചിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. സാഹചര്യങ്ങൾ മനസ്സിലാക്കാട്ട്. ഇത് തെരുവിലെ 2 മുത്തുമണികളായിട്ടാ. ഒരു താത്ത ഫുഡ് കൊടുക്കുന്ന ഡോഗിന്റെ മക്കളായിരുന്നു. അമ്മനായ നഷ്ടപ്പെട്ടു. പക്ഷെ കുട്ടികളെ അവർ ഇത്രയും നാള് അങ്ങനെ വളർത്തി വലുതാക്കി ഇത്രയാക്കി. നല്ല ഇണക്കാണ്. അപ്പൊ ഇവരെ നമുക്കിന്ന് ഒരുപാട് നാളെ വന്ധീകരിക്കാൻ വേണ്ടി പറയാം. അപ്പൊ ഇന്നൊരു സാഹചര്യം ഒത്തു വന്നപ്പോൾ ഇവരെ നമ്മൾ വന്ധീകരിച്ചിട്ട് അവരുടെ ഏരിയയിൽ തന്നെ വിടണം. അപ്പൊ 3 ദിവസം എങ്ങനെയും നമ്മളിവിടെ നിർത്താൻ സ്ഥലമില്ല. ഇവർ നിർത്തേണ്ട സ്ഥലത്ത് നമ്മൾ 3 പിള്ളേരാണ് കാലുകൊണ്ട് പോയാത്തൊരു കൂട്ടിലുള്ളത്. എന്നാലും ഇവരെ എങ്ങനെയാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് നമുക്ക് അവിടെ നിർത്താം. കാരണം ഇനിയും ഇങ്ങനെ വന്ധീകരിക്കാറുന്നവരെ ഒരു ക്രോസ് ആവും. അപ്പൊ എന്തായാലും നമ്മൾ കൺമണീനെ ഇന്ന് വന്ധീകരിച്ചു, ബ്ലാക്കിനെ വന്ധീകരിച്ചു. അപ്പൊ ഇവര് 2 കൂടി ഇന്ന് വന്ധീകരിച്ചിട്ട് 3 ദിവസം ഇവിടെ നിർത്തിയിട്ട് പിന്നെ താത്താക്കി അവിടെ റിലീസ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട്. നല്ല സ്നേഹമുള്ള കുട്ടികളാണ്.